ഹലോ, ജേർണലിങ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. ബട്ട് അതിനുള്ള സപ്ലൈസ് ഒന്നും കയ്യിലില്ല. പേടിക്കണ്ടടാ, അതിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇന്ന് കുറച്ച് വിന്റേജ് തീമിലുള്ള സ്റ്റിക്കേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ടത് ഒരു ബ്രൗൺ ഷെയ്ഡ് പേപ്പറാണ്. പിന്നെ ഈ പേപ്പർ ഞാൻ തന്നെ ചെയ്തെടുത്താട്ടോ. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം. ദെൻ സംഭവം സിമ്പിൾ ആണ്. ഒരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് പിക്ചേഴ്സ് വരച്ചെടുക്കാം. ആദ്യത്തെ ലൈനിൽ ഇതുപോലെ കുറച്ച് ലവ് ചിഹ്നം വരച്ചെടുത്തു. രണ്ടാമത്തെ ലൈനിൽ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചെടുത്തു. പിന്നെ ബട്ടർഫ്ലൈസ്, സ്റ്റാർസ്, ലീഫ്, അങ്ങനെ പലതും വരച്ചെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണേലും വരച്ചെടുക്കാം. അത്യാവശ്യം ടൈം എടുത്ത് നല്ല വൃത്തിയിൽ വരച്ചെടുത്താൽ അതിനനുസരിച്ചുള്ള നല്ല സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. ഞാനിവിടെ വീഡിയോ സ്പീഡാക്കി കൊടുത്തതാണ്. ഞാനിതൊക്കെ നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫുള്ളായിട്ട് പിക്ചേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു സ്റ്റിക്കേഴ്സിനൊക്കെ കാണാനായിട്ട്. വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഈ കട്ടിങ്ങിന് കുറച്ച് ടാസ്കുള്ള പരിപാടിയായിട്ട് തോന്നി. ഒരു ഫിനിഷിങ്ങിൽ കിട്ടണമെങ്കിൽ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് ചെയ്യണമല്ലോ. ഇതുപോലെ എല്ലാ സ്റ്റിക്കേഴ്സും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും കൂടെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു മനസ്സുഖം എന്നൊക്കെ പറയില്ല, അതുപോലെ തോന്നി. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു വിന്റേജ് പേപ്പറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിതിൽ കുറച്ച് എഴുതി കൊടുക്കാനുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ അവസാനം വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ വരിക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വൃത്തിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എഴുത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിനിമം ചെറുതാക്കി എഴുതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിലിപ്പോൾ എന്താ എഴുതി കൊടുക്കുന്നത്? ഒന്നുമില്ലടാ, നമുക്ക് എന്ത് വേണേലും എഴുതി കൊടുക്കാം. ഞാൻ എന്താ എഴുതി കൊടുക്കുന്നതെന്ന് ചോദിച്ചാല് കോഡ്സ് എഴുതി കൊടുക്കും, പാട്ട് എഴുതി കൊടുക്കും, കഥകൾ എഴുതി കൊടുക്കും. എൻ്റെ പുതിയൊരു വിമാനം തന്നെ. എഴുത്തൊരു ടാസ്ക് തന്നെയായിരുന്നു. എത്ര എഴുതിയിട്ടും പേപ്പർ അങ്ങ് ഫില്ലായി കിട്ടണ്ട. അവസാനം വെച്ച് ഞാൻ ലവ് യു മിസ് എന്നൊക്കെ എഴുതിയിട്ടാണ് ഞാനത് ഫില്ല് ചെയ്തെടുത്തത്. ഇവക്കെന്താ ഭ്രാന്താണോ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയിട്ട് ചുരുട്ടിക്കൂട്ടി എറിയാൻ പോകുന്നോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇതിന്റെ മെയിൻ പ്രോസസ്സാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ വിന്റേജ് പേപ്പറിനൊക്കെ ഇങ്ങനെ ചുളിവുകളൊക്കെ? ഇതാണ് സംഭവം. ഇനി ഇതൊന്ന് നിർത്തി കൊടുക്കാം. നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, കീറി പോവാൻ ചാൻസ്. കീറി കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതാവും. ഫൈനലി നമ്മളെ വിന്റേജ് പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജേർണലിംഗ് ഒക്കെ വയ്യേ വരുന്നതാണ്. അതിന് ഇനിയും സപ്ലൈസ് ആവശ്യമുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ ഇനി വരുന്നതാണ്. കൂടെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം. പിന്നെ ഈ വീഡിയോന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യും, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വിന്റേജ് സ്റ്റിക്കേഴ്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാം. കമന്റ് ചെയ്താൽ മതി. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.